ട്രൂത്ത് ഓർ ഡെയർ. ഇന്നത്തെ വീഡിയോ അതാണ്, ട്രൂത്ത് ഓർ ഡെയർ. കുറച്ച് പേർക്കൊക്കെ ട്രൂത്ത് ഓർ ഡെയർ എന്താണെന്ന് അറിയണ്ടാവും. അറിയാത്തവർക്കിടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രൂത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം സത്യം മാത്രമാണ് അവർ പറയാൻ പാടുള്ളൂ. പിന്നെ ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണ എന്തായാലും അവർ ആ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണം. അതാണ് ട്രൂത്ത് ഓർ ഡെയർ. അത് നമ്മൾ പബ്ലിക്കിലാണെന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നെന്താ ഒന്നുമില്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലെ കൂടി അമർത്തി വെക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അറിയോ വീഡിയോ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇൻട്രോ എടുക്കുന്ന കണ്ടിട്ട് വന്നതാ. എന്താ പേര്? ഫയാസ്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ചോദിക്കല്ലേ? ഫസ്റ്റ് മാസ്റ്റർബേഷൻ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു? ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. ട്രൂത്ത് ഓർ ഡെയർ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതായിരിക്കും. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു? പറഞ്ഞോ. ഇല്ല, പറഞ്ഞോ. ചെറിയ ചലഞ്ചല്ലേ? ഇല്ല, ഒരു ഓടിപ്പോയി ഗൈസ്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. എത്ര വലുപ്പുണ്ട്? എന്ത് വലിപ്പം? എന്താ ഉദ്ദേശിക്കണത്? വലുപ്പുണ്ട്. എത്ര വലുപ്പുണ്ട്? എന്ത് വലിപ്പം? എനിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? ഹൈറ്റ് 5.9. 5.9. ഓക്കെ. എന്താ പേര്? ഷിബിൻ. സുദീവ്. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. അപ്പോൾ എന്ത് ഡെയറാ കൊടുക്കണ്ടേ? അവനൊക്കെ ഇതിൽ കാല് ചാടാൻ പറഞ്ഞാലോ? കാല് ചാടാൻ പറഞ്ഞാൽ കയറാൻ പറ്റില്ലേ? ചാടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വേറെന്തെങ്കിലും? വേറെന്താ പറഞ്ഞ? അപ്പൊ ട്രൂത്ത് ഏട്ടാ. ആ കുട്ടിയില്ലേ, ആ മാങ്ങ വാങ്ങണ കുട്ടി, മാങ്ങ കൂട്ടിന് കാണാൻ ഭംഗിയുണ്ട് പോയി പറ. ഇല്ല, അതെല്ലാം നിങ്ങളുടെ ഏജിൽ പറ്റും. സിമ്പിൾ ആയിട്ടൊരു ഇതല്ലേ, കാണാൻ ഭയങ്കര ക്യൂട്ടാന്ന് പോയി പറഞ്ഞു. ഇല്ല ബ്രോ കൊടുക്ക്. വേറെന്ത്? ആ ചേച്ചിയോട് ഫ്രീ ആയിട്ട് മാങ്ങ ചോദിക്കാൻ. ഫ്രീ ആയിട്ട് മാങ്ങ തരോ ചോദിക്ക്. അപ്പൊ ചോദിച്ചില്ലേ? കിട്ടത് നോക്കി നോക്ക് ഫ്രീ ആയിട്ട്. അതെന്തായാലും അടിപൊളിയായി. ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കാം. ട്രൂത്ത് ഓർ ഡെയർ? അയ്യോ, ടാസ്കല്ലോ. ഇല്ല, വിളിച്ചതല്ലേ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഇതുവരെ ആരോടും പറയാത്തൊരു സത്യം പറയാൻ പറ്റുമോ? അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച വലിയ സംഭവം? അതല്ല, അത് നമുക്ക് എല്ലാവർക്കും ആർക്കും അറിയാത്ത സംഭവം. മമ്മിയാണോ വീട്ടിൽ പറയാത്തെ? ചെയ്തിട്ട് വീട്ടിൽ പറയാത്തെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുസൃതി അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. കോളേജിൽ ഒരു പ്രശ്നം അത്രേ ഉള്ളൂ. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിണ്ട? എന്റെ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. എന്ത് പ്രശ്നം? അത് ചെറുതായിട്ടൊരു വഴക്കത്രേ ഉള്ളൂ. തല്ല്? സീരിയസ് ആയാ? ഇല്ല, നല്ല കുട്ടിയാ. ശരി, നമ്മളിന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നവർക്കൊക്കെ പണി കൊടുക്കും. എടുക്ക്. ഓക്കെ, റെഡി അല്ലേ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഗേൾഫ്രണ്ടിന്റെ പേര്? ഗേൾഫ്രണ്ട് ഇല്ല. ഗേൾഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടീനെ കുറിച്ചിട്ട് 2 വാക്ക്. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഇത് മറൈൻ ഡ്രൈവ് വന്നിട്ട് എത്ര പേരുടെ വായ നോക്കി? നോക്കിയില്ല. ഇല്ല. എത്ര ക്രഷ് ഉണ്ടാ? ക്രഷ് ഇല്ല. ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ബ്രോ. പേരെന്താ? അഭിജിത്ത്. അജിത്ത്. യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഇത് ചെറിയൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കൊള്ളാം, കുഴപ്പമില്ലല്ലോ. ട്രൂത്ത് ഓർ ഡെയർ? ലൈവായിട്ട് ഗൈസ് ഞാൻ ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കുന്നുണ്ട്. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. എന്താ ഡെയർ കൊടുക്കുക? പറഞ്ഞോ, ഒരു ഡെയർ കൊടുക്ക്. എന്താ കൊടുക്കും? കൊടുക്ക്. ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രപ്പോസ് ആയിരിക്കണില്ലേ? ഏതാണ് ആ പെൺകുട്ടികൾ? അതിലൊരു കുട്ടീനെ പോയിട്ട് പ്രപ്പോസ് ചെയ്യും. ചെന്നോ? അത് വേണോ? ചെല്ലടാ.
ഡയറല്ലേ ഒറ്റക്ക് പോക്കോ ആ പോരാ പോരാ സീനുണ്ടോ ചെല്ലടാ പേരെന്താ എന്തിനാ പഠിക്കുന്നു വയസ്സിന് മൂത്താണ് കുഴപ്പമില്ല പ്രപ്പോസ് ചെയ്യാൻ പാടില്ലെന്നാണ് വയസ്സിന് മൂത്തര് പ്രപ്പോസ് ചെയ്യാൻ പാടില്ല വയസ്സിന് ഉത്തരം പ്രപ്പോസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല പ്രപ്പോസ് ചെയ്തോ പറഞ്ഞോ ചേച്ചി ആയില്ലേ ഇത് ചെറിയ ഡയറായിരുന്നു ട്രൂത്ത് ഓർ ഡയർ ആയിരുന്നു ഓക്കെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചെക്കൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം ചെക്കന് ചലഞ്ച് കംപ്ലീറ്റ് ആക്കി എങ്ങനെയുണ്ട്? സൂപ്പർ എന്തായാലും അടിപൊളി ചലഞ്ച് കൊടുത്തു. കൺഗ്രാറ്റ്സ്. ഇനിയും പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സിന് പെണ്ണ് കൊടുക്കണം. ഫായിസ് ഇബ്രാഹിം. ഓക്കെ ശരി. നമ്മൾ പ്രപ്പോസ് ചെയ്ത കുട്ടികളോട് തന്നെ ചോദിച്ചോക്കെ പോയി. പ്രപ്പോസൽ ഇഷ്ടമായ? ഇല്ല. പേടിച്ചു പോയാ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് അതെ 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 സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് ഓർ ഡെയർ ആണ്. ട്രൂത്ത് ഓർ ഡെയർ ഡെയർ എന്ത് പറഞ്ഞാലും ചെയ്യില്ലേ? ഒരു ഡെയർ കൊടുക്ക്. ഒരു ഡെയർ കൊടുക്ക്. ഞാനാ ഫ്രണ്ടിന് ഒരു ഡെയർ കൊടുക്ക്. കൊച്ചു കൊടുത്തോ? എനിക്കറിയാം, എനിക്ക് വൈബില്ല. അവിടെ കണ്ടില്ലേ എന്ത് ഉഷാറായിട്ടാ ഫ്രണ്ട്സ് കൊടുത്ത ഡെയറാ. ഒരു ഡെയർ കൊടുക്ക്. ചലഞ്ച് കൊടുക്ക്. എന്തേലും ഒരു ഡെയർ കൊടുത്തേ. എന്ത് നേരം കൊടുക്കേ? ആര് പ്രപ്പോസ് ചെയ്യാൻ പറയാ? പ്രപ്പോസൽ മതിയാ? പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? ഞാൻ കാണിച്ചു തരുന്ന ഒരു ചെക്കനെ പ്രപ്പോസ് ചെയ്യണം. ആയിരിക്കണ ചേട്ടനെ പോയി ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ സമൂസ കഴിക്കുന്ന ചേട്ടല്ലേ? ആ ചേട്ടനെ പോയി ചെല്ല് ചെല്ല് ചെല്ല്. അല്ല കറുപ്പ്. നിന്നോട് പറഞ്ഞ ആൾക്ക് തന്നെ കൊടുക്കണം. കഷ്ടപ്പെട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ലൊരു അടിപൊളിയായി. പ്രപ്പോസ് ചെയ്തില്ലേ? എന്നെ പ്രപ്പോസ് ചെയ്തില്ലേ? ആ ചെക്കനെ പോയിട്ട് എനിക്കിത് ഇഷ്ടമായി, നേരത്തെ പ്രപ്പോസ് ചെയ്തത് എനിക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. വെറുതെ അത് കഴിഞ്ഞിട്ട് തരാം. ഇത് കഴിഞ്ഞിട്ട് തരാം. ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഒരാളെ പോയി പ്രപ്പോസ് ചെയ്തോ? എന്ത് പറയണം? ഇഷ്ടമായി എന്ന് പറയണം. നല്ലൊരു ചെറുക്കനെ തപ്പട്ടെ. ഇഷ്ടമുള്ളവർക്ക് പ്രപ്പോസ്. ആ അമ്മച്ചിക്ക് തരാം. വലിയപ്പനെ ഇഷ്ടമായി. എനിക്ക് ചേട്ടനെ ഇഷ്ടമായി. ഐ ലവ് യു. താങ്ക് യു. ഐ ലവ് യു ടു. ശരി, നല്ലതായിരുന്നു. പക്ഷെ അതൊരു ഒളിച്ചോട്ടമായി സിമ്പിളാക്കിയത്. ഇല്ല, ചേട്ടന് ഇഷ്ടമായോണ്ടല്ലേ പറഞ്ഞേ. ശരിക്കും ഇഷ്ടമായ? ഐ ലവ് യു ടു. ഓക്കെ, അമ്മച്ചീനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ. ഓക്കെ, അനിഷ്ടായിരുന്നു. കൈ നോക്കിട്ട് എന്ന് പറയൂ. കൈ നോക്കിയിട്ട് ഇവനെ എന്റെ മകനായി ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെ ഇരിക്കും? നിന്റെ മമ്മി സീനാക്കും. അല്ല അത് എടുക്കില്ല എടുക്കില്ല. മറ്റേ കൈ കൈ കൊടുക്കാൻ നല്ല കൈരേഖയാണ്. വിവാഹം കഴിഞ്ഞ് രണ്ടുപേർക്കും രണ്ട് സ്ഥലത്തായി പഠിച്ചു. രണ്ടുപേരും രണ്ട് സ്ഥലത്തോ? നോക്കാൻ പാടില്ല. ജ്യോതിഷം നോക്കിയാൽ പൈസ കൊടുക്കണം. അല്ല നിങ്ങൾക്ക് ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സത്യം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം മാത്രം പറയാൻ പാടുള്ളൂ. ഡെയർ പറഞ്ഞു കഴിഞ്ഞാൽ പറയണ ഒരു കാര്യം ചെയ്യണം. ട്രൂത്ത് ഓർ ഡെയർ? സത്യം പറയും. അമ്മച്ചി എത്ര പേരെ കൈ നോക്കിയിട്ട് നുണ പറഞ്ഞിട്ടുണ്ട്? നുണ പറയാറ് അറിഞ്ഞോണ്ട് നുണ പറയാറില്ല. അപ്പൊ അറിയാതെ വന്ന നുണയുണ്ടെങ്കിലേ ഉള്ളു. അറിഞ്ഞോണ്ട് നുണ പറയുന്ന കൂട്ടത്തിലല്ലേ. ഇവന്റെ മകനെ പോലെ ഉണ്ട് പറഞ്ഞ നുണല്ലേ? അല്ല, എനിക്ക് മകൻ മരിച്ചു പോയപ്പോ എന്റെ ആൺകുട്ടികളൊക്കെ എനിക്ക് മക്കളുടെ സ്ഥാനത്താണ്. എല്ലാരും പിന്നെ എന്റെ
കണ്ണാടി വെക്കണ്ട. മകന്റെ കൈ നോക്കാൻ പാടില്ല, ഭാര്യ ദോഷമാണ്. ദോശ. ആ അപ്പൊ ശരി, ഹായ്. ദക്ഷിണ കൊടുത്തു അങ്ങനെ മോശം വേണ്ട. ഹായ്. നിങ്ങൾക്കാ ദോഷം, എനിക്കല്ല. സൂപ്പർ. ട്രൂത്ത് ഓർ ഡെയർ ഒരു ചലഞ്ചാണ്. ട്രൂത്ത് ഓർ ഡെയർ ആർക്ക് വേണ്ടി? ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത് ഓർ ഡെയർ ഇതിൽ ആരാ സ്ട്രോങ്? ആരാ? ട്രൂത്ത് ഓർ ഡെയർ? ആ ട്രൂത്ത് പറ നാണിക്കില്ലേ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഇവളുടെ ഉണ്ടോ? ആ ചോദിച്ചോ. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആവണോ? സിമ്പിൾ ആക്കരുത്. ട്രൂത്ത് പറഞ്ഞു. ഞാൻ ചോദിക്കണോ ക്വസ്റ്റ്യൻ? മറൈൻ ഡ്രൈവ് വന്നിട്ട് ഇപ്പൊ എത്ര പേരെ വായി നോക്കി? ഞാൻ നോക്കിയില്ല. ഇല്ല 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 സീരിയസ്ലി ഇല്ല. ഇതില് ആരും വായ നോക്കാറില്ല? ഇപ്പൊ വന്നിട്ട് വന്നിട്ട് നോക്കാൻ സമയം ആവണല്ലോ. ആവണുള്ളൂ. ഓക്കെ ശരി, ഒരു ഹായ് പറഞ്ഞോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി പോയില്ലേ? ചേച്ചി എന്താ പേര്? വൈഷ്ണവി. അല്ല നിങ്ങളെ എന്താ പേര്? വൈഷ്ണവി. വൈഷ്ണവി. ഗായത്രി. ഗായത്രി. അഭിരാമി. സംഭവം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചലഞ്ചാണ്. ട്രൂത്ത് ഓർ ഡെയർ. ഇതിൽ ആർക്കാ കൊടുക്കണ്ടേ? 3 പേരില് ഗായത്രി. ആരാ? ഗായത്രി. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ട്രൂത്ത്. അവസാനം കുളിച്ചതപ്പോളാ? ഇന്ന് രാവിലെ. ശരിക്കും ആ സത്യം തന്നെയല്ലേ? ഓക്കെ ഒരു ഹായ് പറഞ്ഞോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി പോയില്ലേ? ശരി. ട്രൂത്ത് ഓർ ഡെയർ ആർക്ക് വേണ്ട? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ട്രൂത്ത്. ട്രൂത്താടാ. എന്ത് ചോദിക്കണ്ടേ? അയ്യോ പറഞ്ഞ നീ പറ ഒരു കിട്ടില്ല ക്വസ്റ്റ്യൻ. ട്രൂത്ത്. സത്യം മാത്രമേ അവൻ പറയുള്ളൂ. ഏയ് അതൊന്നും നോക്കരുത്, കരുണ പാടില്ല. കാരണം പാടില്ല. ഇപ്പോഴും ഹെലനയുടെ പുറകെ നടക്കണോ? എങ്ങനെ? ഹെലനാന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആ പുള്ളിക്കാരൻ ഇഷ്ടമാണ്. ആ അപ്പൊ ആ ഇപ്പോഴും ഇല്ല. ഇല്ല. ടഫ് ക്വസ്റ്റ്യൻ ആയി പോയല്ലോ. ഓക്കെ ക്വസ്റ്റ്യന് സിമ്പിൾ ആയിരുന്നാ? സിമ്പിളൊന്നല്ലേ ചോദിക്കണത് തന്നെ. ഓക്കെ ശരി. ശരി ഓക്കെ. വീഡിയോസ് കണ്ടിട്ടുണ്ടോ? കണ്ട് മച്ചാൻ എന്താ മാറിയിരിക്കണ വയ്യേ? അല്ല അല്ലേ? ട്രൂത്ത് ഓർ ഡെയർ ഇത് 3 പേർക്ക് ആർക്കാ തരണ്ടേ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. 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 ടഫ് ക്വസ്റ്റ്യൻ ആണോ? ആ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മനസ്സ് ഒരിക്കലും വിചാരിക്കരുത്. ഷോക്കാണ് കേൾക്കുമ്പോ. ഫാസിലജ് പറയടാ. ടഫ് ആവണം, ഷോക്കാവണം, മയം പാടില്ല. ആ പേഴ്സണൽ ആയിട്ടുള്ളതൊക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങള് തരും കേട്ടോ. ടഫാവേ നിങ്ങളെ ഞാൻ ചോദിച്ചാ. എത്ര ഗേൾഫ്രണ്ട് ഉണ്ട്? 1. സത്യം. എത്ര പേരെ ക്രഷ് ഉണ്ട്? 1. ശരിക്കും എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്? 1. ലോയൽ ബോയ് ഫ്രണ്ടാ? ഓക്കെ ഒരു ഹായ് പറഞ്ഞോ. ബൈ. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ കുറച്ച് പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അധികം വെറുപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനും കൊടുക്കാൻ പോകുന്ന ഡെയറും നിങ്ങൾ പറയുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോ. നമുക്ക് അടിപൊളി സെക്കൻഡ് പാർട്ടായിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പീസ്.